ചാന്ദ്രദിനം എന്നാണ്. ജൂലൈ 21. മനുഷ്യനെ ആദ്യമായി ചന്ദ്രനിൽ ഇറക്കിയ ബഹിരാകാശ ദൗത്യം അപ്പോളോ 11. അപ്പോളോ 11 വിക്ഷേപിച്ചത് 1969 ജൂലൈ 16 ഫ്ലോറിഡയിൽ നിന്ന്. അപ്പോളോ 11 ചന്ദ്രോപരിതലത്തിൽ എത്തിയത് 1969 ജൂലൈ 20. മനുഷ്യൻ ആദ്യമായി ചന്ദ്രോപരിതലത്തിൽ കാലുകുത്തിയത് 1969 ജൂലൈ 21. 5 ചോദ്യങ്ങൾ ഒരിക്കൽ കൂടി നോക്കാം. ചാന്ദ്രദിനം എന്നാണ്. ജൂലൈ 21. മനുഷ്യനെ ആദ്യമായി ചന്ദ്രനിൽ ഇറക്കിയ ബഹിരാകാശ ദൗത്യം അപ്പോളോ 11. അപ്പോളോ 11 വിക്ഷേപിച്ചത് 1969 ജൂലൈ 16 ഫ്ലോറിഡയിൽ നിന്ന്. അപ്പോളോ 11 ചന്ദ്രോപരിതലത്തിൽ എത്തിയത് 1969 ജൂലൈ 20. മനുഷ്യൻ ആദ്യമായി ചന്ദ്രോപരിതലത്തിൽ കാലുകുത്തിയത് 1969 ജൂലൈ 21. ആദ്യമായി ചന്ദ്രോപരിതലത്തിൽ കാലുകുത്തിയ മനുഷ്യൻ നീൽ ആംസ്ട്രോങ്. ചന്ദ്രനിൽ കാലുകുത്തിയ രണ്ടാമത്തെ വ്യക്തി എഡ്വിൻ ആൽഡ്രിൻ. നീൽ ആംസ്ട്രോങ്, എഡ്വിൻ ആൽഡ്രിൻ എന്നിവരെയും കൊണ്ട് ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയ ചാന്ദ്രപേടകം ഈഗിൾ. മാതൃപേടകമായ കൊളംബിയയെ നയിച്ചത് മൈക്കിൾ കോളിൻസ്. ചന്ദ്രനിൽ കാലുകുത്തിയ സമയത്ത് നീൽ ആംസ്ട്രോങ് പറഞ്ഞ വാക്കുകൾ: ഇത് ഒരു മനുഷ്യൻ്റെ ചെറിയ കാൽവയ്പ്, മാനവരാശിക്ക് വലിയ കുതിച്ചുചാട്ടവും. 5 ചോദ്യങ്ങൾ ഒരിക്കൽ കൂടി നോക്കാം. ആദ്യമായി ചന്ദ്രോപരിതലത്തിൽ കാലുകുത്തിയ മനുഷ്യൻ നീൽ ആംസ്ട്രോങ്. ചന്ദ്രനിൽ കാലുകുത്തിയ രണ്ടാമത്തെ വ്യക്തി എഡ്വിൻ ആൽഡ്രിൻ. നീൽ ആംസ്ട്രോങ്, എഡ്വിൻ ആൽഡ്രിൻ എന്നിവരെയും കൊണ്ട് ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയ ചാന്ദ്രപേടകം ഈഗിൾ. മാതൃപേടകമായ കൊളംബിയയെ നയിച്ചത് മൈക്കിൾ കോളിൻസ്. ചന്ദ്രനിൽ കാലുകുത്തിയ സമയത്ത് നീൽ ആംസ്ട്രോങ് പറഞ്ഞ വാക്കുകൾ: ഇത് ഒരു മനുഷ്യൻ്റെ ചെറിയ കാൽവയ്പ്, മാനവരാശിക്ക് വലിയ കുതിച്ചുചാട്ടവും. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയ സ്ഥലത്തിന് നൽകിയിരിക്കുന്ന പേര് എന്താണ്? പ്രശാന്തിയുടെ കടൽ. നീൽ ആംസ്ട്രോങ്, എഡ്വിൻ ആൽഡ്രിൻ, മൈക്കൽ കോളിൻസ് എന്നിവർ ഭൂമിയിൽ തിരിച്ചെത്തിയത് എന്ന്? ജൂലൈ 24. അപ്പോളോ 11 വഹിച്ചുകൊണ്ടുപോയ റോക്കറ്റ് സാറ്റേൺ 5. എവിടെ നിന്നാണ് അപ്പോളോ 11 വിക്ഷേപിച്ചത്? ഫ്ലോറിഡയിലെ കെനഡി സ്പേസ് സെന്ററിൽ നിന്ന്. മനുഷ്യനാദ്യമായി സ്പർശിച്ച ആകാശഗോളം ചന്ദ്രൻ. 5 ചോദ്യങ്ങൾ ഒരിക്കൽ കൂടി. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയ സ്ഥലത്തിന് നൽകിയിരിക്കുന്ന പേര് എന്താണ്? പ്രശാന്തിയുടെ കടൽ. നീൽ ആംസ്ട്രോങ്, എഡ്വിൻ ആൽഡ്രിൻ, മൈക്കൽ കോളിൻസ് എന്നിവർ ഭൂമിയിൽ തിരിച്ചെത്തിയത് എന്ന്? ജൂലൈ 24. അപ്പോളോ 11 വഹിച്ചു കൊണ്ടുപോയ റോക്കറ്റ് ഏത്? സാറ്റേൺ 5. എവിടെ നിന്നാണ് അപ്പോളോ 11 വിക്ഷേപിച്ചത്? ഫ്ലോറിഡയിലെ കെനഡി സ്പേസ് സെന്ററിൽ നിന്ന്. മനുഷ്യൻ ആദ്യമായി സ്പർശിച്ച ആകാശഗോളം ചന്ദ്രൻ. ചന്ദ്രനെ കുറിച്ചുള്ള പഠനത്തിന് പറയുന്ന പേര് എന്താണ്? സെലനോളജി. ചന്ദ്രന്റെ പ്രകാശം ഭൂമിയിൽ എത്താൻ എടുക്കുന്ന സമയം എത്രയാണ്? ഏകദേശം 1.3 സെക്കൻഡ്. ഭൂമിയുടെ ഏക ഉപഗ്രഹം ഏത്? ചന്ദ്രൻ. ഭൂമിയോട് ഏറ്റവും അടുത്തായി സ്ഥിതി ചെയ്യുന്ന ആകാശഗോളം ചന്ദ്രൻ. ഭൂമിയിൽ നിന്ന് ചന്ദ്രനിലേക്കുള്ള ശരാശരി ദൂരം 3,84,403 കിലോമീറ്റർ. 5 ചോദ്യങ്ങൾ ഒരിക്കൽ കൂടി. ചന്ദ്രനെ കുറിച്ചുള്ള പഠനത്തിന് പറയുന്ന പേര് എന്താണ്? സെലനോളജി. ചന്ദ്രന്റെ പ്രകാശം ഭൂമിയിൽ എത്താൻ എടുക്കുന്ന സമയം എത്രയാണ്? ഏകദേശം 1.3 സെക്കൻഡ്. ഭൂമിയുടെ ഏക ഉപഗ്രഹം ചന്ദ്രൻ. ഭൂമിയോട് ഏറ്റവും അടുത്തായി സ്ഥിതി ചെയ്യുന്ന ആകാശഗോളം ചന്ദ്രൻ. ഭൂമിയിൽ നിന്ന് ചന്ദ്രനിലേക്കുള്ള ശരാശരി ദൂരം 3,84,403 കിലോമീറ്റർ.
ചന്ദ്രൻ്റെ വ്യാസം 3474 കിലോമീറ്റർ. ആദ്യമായി ചന്ദ്രോപരിതലം സ്പർശിച്ച മനുഷ്യനിർമ്മിത വസ്തു ലൂണ 2. 1959 ഈ വാഹനം ചന്ദ്രോപരിതലത്തിൽ വന്നിടിച്ച് തകരുകയാണുണ്ടായത്. ചന്ദ്രനിലെ ഏറ്റവും തെളിഞ്ഞ ഗർത്തം അരിസ്റ്റാർക്കസ്. ചന്ദ്രനിൽ ഒരേ സമയം പകലും രാത്രിയും അനുഭവപ്പെടുന്ന അതിർത്തി രേഖയെ വിളിക്കുന്ന പേരെന്ത്? ടെർമിനേറ്റർ. ആർടെമിസ് ദൗത്യത്തിലൂടെ ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ കാലുകുത്തുന്ന ആദ്യ വനിത ആരാണ്? ക്രിസ്റ്റീന കോച്ച്. 5 ചോദ്യങ്ങൾ ഒരിക്കൽ കൂടി നോക്കാം. ചന്ദ്രൻ്റെ വ്യാസം 3474 കിലോമീറ്റർ. ആദ്യമായി ചന്ദ്രോപരിതലം സ്പർശിച്ച മനുഷ്യനിർമ്മിത വസ്തു ലൂണ 2. 1959 ഈ വാഹനം ചന്ദ്രോപരിതലത്തിൽ വന്നിടിച്ച് തകരുകയാണുണ്ടായത്. ചന്ദ്രനിലെ ഏറ്റവും തെളിഞ്ഞ ഗർത്തം അരിസ്റ്റാർക്കസ്. ചന്ദ്രനിൽ ഒരേ സമയം പകലും രാത്രിയും അനുഭവപ്പെടുന്ന അതിർത്തി രേഖയെ വിളിക്കുന്ന പേരെന്ത്? ടെർമിനേറ്റർ. ആർടെമിസ് ദൗത്യത്തിലൂടെ ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ കാലുകുത്തുന്ന ആദ്യ വനിത ആരാണ്? ക്രിസ്റ്റീന കോച്ച്. വിജയകരവും അപകടരഹിതവുമായി ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയ ആദ്യ യാനം എന്ന ബഹുമതി ഏതിനാണ്? 1966 ചന്ദ്രനിലിറങ്ങിയ ലൂണ 9. ഭൂമിക്ക് പുറത്ത് മനുഷ്യൻ ചെന്നെത്തിയിട്ടുള്ള ഒരേയൊരു ശൂന്യാകാശ ഗോളം ചന്ദ്രൻ. മനുഷ്യനെ ആദ്യമായി ചന്ദ്രനിൽ ഇറക്കിയ രാജ്യം അമേരിക്ക. ചന്ദ്രനിൽ അപ്പോളോ 11 ഇറങ്ങിയ സ്ഥലത്തിൻ്റെ പേര് പ്രശാന്തതയുടെ സമുദ്രം. അപ്പോളോ 11 ദൗത്യ സമയത്തെ അമേരിക്കൻ പ്രസിഡന്റ് റിച്ചാർഡ് നിക്സൺ. 5 ചോദ്യങ്ങൾ ഒരിക്കൽ കൂടി. വിജയകരവും അപകടരഹിതവുമായി ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയ ആദ്യ യാനം എന്ന ബഹുമതി ഏതിനാണ്? 1966 ചന്ദ്രനിലിറങ്ങിയ ലൂണ 9. ഭൂമിക്ക് പുറത്ത് മനുഷ്യൻ ചെന്നെത്തിയിട്ടുള്ള ഒരേയൊരു ശൂന്യാകാശ ഗോളം ചന്ദ്രൻ. മനുഷ്യനെ ആദ്യമായി ചന്ദ്രനിൽ ഇറക്കിയ രാജ്യം അമേരിക്ക. ചന്ദ്രനിൽ അപ്പോളോ 11 ഇറങ്ങിയ സ്ഥലത്തിൻ്റെ പേര് പ്രശാന്തതയുടെ സമുദ്രം. അപ്പോളോ 11 ദൗത്യ സമയത്തെ അമേരിക്കൻ പ്രസിഡന്റ് റിച്ചാർഡ് നിക്സൺ. ചന്ദ്രോപരിതലത്തിൻ്റെ എത്ര ശതമാനം ഭാഗം വരെ ഭൂമിയിൽ നിന്ന് ദൃശ്യമാകും? 59%. ആദ്യ കൃത്രിമോപഗ്രഹം സ്പുട്നിക് 1. വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹം എഡ്യൂസാറ്റ്. സൂര്യനോട് അടുത്ത ഗ്രഹം ബുധൻ. ടെലസ്കോപ്പ് ഉപയോഗിച്ച് ആദ്യമായി പ്രപഞ്ച നിരീക്ഷണം നടത്തിയ ശാസ്ത്രജ്ഞൻ ഗലീലിയോ. 5 ചോദ്യങ്ങൾ ഒരിക്കൽ കൂടി. ചന്ദ്രോപരിതലത്തിൻ്റെ എത്ര ശതമാനം ഭാഗം വരെ ഭൂമിയിൽ നിന്ന് ദൃശ്യമാകും? 59%. ആദ്യ കൃത്രിമോപഗ്രഹം സ്പുട്നിക് 1. വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹം എഡ്യൂസാറ്റ്. സൂര്യനോട് അടുത്ത ഗ്രഹം ബുധൻ. ടെലസ്കോപ്പ് ഉപയോഗിച്ച് ആദ്യമായി പ്രപഞ്ച നിരീക്ഷണം നടത്തിയ ശാസ്ത്രജ്ഞൻ ആര്? ഗലീലിയോ. ആധുനിക ജ്യോതിശാസ്ത്രത്തിൻ്റെ പിതാവ് കോപ്പർനിക്കസ്. ചന്ദ്രനിലെ ഏറ്റവും ആഴം കൂടിയ ഗർത്തം ന്യൂട്ടൺ ഗർത്തം. ചന്ദ്രനിലെ ഏറ്റവും വലിയ ഗർത്തം ബെയ്ലി ഗർത്തം. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് വിക്രം സാരാഭായ്. അന്താരാഷ്ട്ര ബഹിരാകാശ നിയമത്തിനു വേണ്ടി ഐക്യരാഷ്ട്രസഭ ബഹിരാകാശ കരാർ പാസാക്കിയതെന്ന്? 1967. 5 ചോദ്യങ്ങൾ ഒരിക്കൽ കൂടി നോക്കാം. ആധുനിക ജ്യോതിശാസ്ത്രത്തിൻ്റെ പിതാവ് കോപ്പർനിക്കസ്. ചന്ദ്രനിലെ ഏറ്റവും ആഴം കൂടിയ ഗർത്തം ന്യൂട്ടൺ ഗർത്തം. ചന്ദ്രനിലെ ഏറ്റവും വലിയ ഗർത്തം ബെയ്ലി ഗർത്തം. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് വിക്രം സാരാഭായ്. അന്താരാഷ്ട്ര ബഹിരാകാശ നിയമത്തിനു വേണ്ടി ഐക്യരാഷ്ട്രസഭ ബഹിരാകാശ കരാർ പാസാക്കിയതെന്ന്? 1967.
ആദ്യമായി ഭൂമിയിൽ നിന്നും ബഹിരാകാശത്തെത്തുന്ന ജീവി. ലൈക്ക എന്ന നായ. ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യത്തെ വ്യക്തി. 1961 റഷ്യയുടെ യൂറി ഗഗാറിൻ. ബഹിരാകാശത്തെത്തിയ പ്രഥമ ഭാരതീയൻ രാകേഷ് ശർമ്മ. ബഹിരാകാശ ദിനം എന്നാണ്? ഏപ്രിൽ 12. യൂറി ഗഗാറിൻ സഞ്ചരിച്ച വാഹനം ഏത്? വോസ്റ്റോക്ക് 1. 1961 ഏപ്രിൽ 12 യൂറി ഗഗാറിനാണ് ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യ മനുഷ്യൻ. ഈ യാത്രയുടെ വാർഷിക ദിനമായ ഏപ്രിൽ 12 അന്താരാഷ്ട്ര ബഹിരാകാശ ദിനമായി അഥവാ ബഹിരാകാശ യാത്രാ ദിനമായി ആചരിക്കുന്നു. 5 ചോദ്യങ്ങൾ ഒരിക്കൽ കൂടി നോക്കാം. ആദ്യമായി ഭൂമിയിൽ നിന്നും ബഹിരാകാശത്തെത്തുന്ന ജീവി. ലൈക്ക എന്ന നായ. ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യത്തെ വ്യക്തി. 1961 റഷ്യയുടെ യൂറി ഗഗാറിൻ. ബഹിരാകാശത്തെത്തിയ പ്രഥമ ഭാരതീയൻ രാകേഷ് ശർമ്മ. ബഹിരാകാശ ദിനം എന്ന്? ഏപ്രിൽ 12. യൂറി ഗഗാറിൻ സഞ്ചരിച്ച വാഹനം ഏത്? വോസ്റ്റോക്ക് 1. 1961 ഏപ്രിൽ 12 യൂറി ഗഗാറിനാണ് ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യ മനുഷ്യൻ. ഈ യാത്രയുടെ വാർഷിക ദിനമായ ഏപ്രിൽ 12 അന്താരാഷ്ട്ര ബഹിരാകാശ ദിനമായി അഥവാ ബഹിരാകാശ യാത്രാ ദിനമായി ആചരിക്കുന്നു. ബഹിരാകാശത്ത് നടന്ന ആദ്യ വ്യക്തി ആര്? അലക്സി ലിയനോവ്. ചന്ദ്രനിൽ ദൃശ്യമാകുന്ന ആകാശത്തിൻ്റെ നിറം കറുപ്പ്. ഇന്ത്യ വിക്ഷേപിച്ച ആദ്യ കൃത്രിമ ഉപഗ്രഹം ആര്യഭട്ട. ചന്ദ്രനെ വലയം വെച്ച ആദ്യ കൃത്രിമ ഉപഗ്രഹം ലൂണ 10 1966. ഉദയാസ്തമയം ചന്ദ്രനെ അടിസ്ഥാനമാക്കിയുള്ള കലണ്ടർ ഹിജ്റ കലണ്ടർ. 5 ചോദ്യങ്ങൾ ഒരിക്കൽ കൂടി നോക്കാം. ബഹിരാകാശത്ത് നടന്ന ആദ്യ വ്യക്തി ആര്? അലക്സി ലിയനോവ്. ചന്ദ്രനിൽ ദൃശ്യമാകുന്ന ആകാശത്തിൻ്റെ നിറം കറുപ്പ്. ഇന്ത്യ വിക്ഷേപിച്ച ആദ്യ കൃത്രിമ ഉപഗ്രഹം ആര്യഭട്ട. ചന്ദ്രനെ വലയം വെച്ച ആദ്യ കൃത്രിമ ഉപഗ്രഹം ലൂണ 10 1966. ഉദയാസ്തമയം ചന്ദ്രനെ അടിസ്ഥാനമാക്കിയുള്ള കലണ്ടർ ഹിജ്റ കലണ്ടർ. ഗ്രഹങ്ങളിൽ നിന്ന് പുറത്തായ ഗ്രഹം പ്ലൂട്ടോ. ഉപഗ്രഹങ്ങളിൽ വലുപ്പത്തിൽ ചന്ദ്രൻ്റെ സ്ഥാനം 5. ചന്ദ്രനിലെ ഗർത്തങ്ങൾ ആദ്യമായി നിരീക്ഷിച്ചത് ഗലീലിയോ ഗലീലി. ഒരു മാസത്തിൽ തന്നെ ദൃശ്യമാകുന്ന രണ്ടാമത്തെ പൂർണ്ണചന്ദ്രൻ അറിയപ്പെടുന്നത് ബ്ലൂ മൂൺ. ലൂണ എന്ന പദത്തിൻ്റെ അർത്ഥം ചന്ദ്രൻ. 5 ചോദ്യങ്ങൾ ഒരിക്കൽ കൂടി നോക്കാം. ഗ്രഹങ്ങളിൽ നിന്ന് പുറത്തായ ഗ്രഹം പ്ലൂട്ടോ. ഉപഗ്രഹങ്ങളിൽ വലുപ്പത്തിൽ ചന്ദ്രൻ്റെ സ്ഥാനം 5. ചന്ദ്രനിലെ ഗർത്തങ്ങൾ ആദ്യമായി നിരീക്ഷിച്ചത് ഗലീലിയോ ഗലീലി. ഒരു മാസത്തിൽ തന്നെ ദൃശ്യമാകുന്ന രണ്ടാമത്തെ പൂർണ്ണചന്ദ്രൻ അറിയപ്പെടുന്നത് ബ്ലൂ മൂൺ. ലൂണ എന്ന പദത്തിൻ്റെ അർത്ഥം ചന്ദ്രൻ. അമേരിക്കയുടെ ചാന്ദ്ര പര്യവേഷണ പരിപാടിയുടെ പേര് അപ്പോളോ ദൗത്യങ്ങൾ. ചന്ദ്രനിലേക്ക് ചാന്ദ്രപര്യവേഷണ പേടകം വിക്ഷേപിച്ച ആദ്യ രാജ്യം റഷ്യ. ഇന്ത്യയുടെ ആദ്യ ചാന്ദ്രപര്യവേഷണ ദൗത്യം ചന്ദ്രയാൻ 1. ചന്ദ്രയാൻ 1 വിക്ഷേപിച്ചത് ഏത് വർഷം? 2008 ഒക്ടോബർ 22 ആന്ധ്രയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ നിന്നും. ചന്ദ്രയാൻ 1 വിക്ഷേപിച്ച വാഹനം PSLV C-11. 5 ചോദ്യങ്ങൾ ഒരിക്കൽ കൂടി. അമേരിക്കയുടെ ചാന്ദ്രപര്യവേഷണ പരിപാടിയുടെ പേര് അപ്പോളോ ദൗത്യങ്ങൾ. ചന്ദ്രനിലേക്ക് ചാന്ദ്രപര്യവേഷണ പേടകം വിക്ഷേപിച്ച ആദ്യ രാജ്യം റഷ്യ. ഇന്ത്യയുടെ ആദ്യ ചാന്ദ്രപര്യവേഷണ ദൗത്യം ചന്ദ്രയാൻ 1. ചന്ദ്രയാൻ 1 വിക്ഷേപിച്ചത് ഏത് വർഷം? 2008 ഒക്ടോബർ 22 ആന്ധ്രയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ നിന്നും. ചന്ദ്രയാൻ 1 വിക്ഷേപിച്ച വാഹനം PSLV C-11.
ചന്ദ്രയാൻ 1 വിക്ഷേപണ സമയത്തെ ISRO ചെയർമാൻ ഡോക്ടർ ജി മാധവൻ നായർ. ചന്ദ്രനിൽ ജലം കണ്ടെത്തിയ ചന്ദ്രയാൻ 1ലെ പരീക്ഷണ ഉപകരണം മൂൺ മിനറോളജി മാപ്പർ. ഇന്ത്യയുടെ രണ്ടാമത്തെ ചാന്ദ്രദൗത്യമായ ചന്ദ്രയാൻ 2 വിക്ഷേപിച്ച വാഹനം GSLV മാർക്ക് 3. ചന്ദ്രയാൻ 2 വിക്ഷേപണം നടന്നത് 2019 ജൂലൈ 22. ചന്ദ്രയാൻ 3 വിക്ഷേപണം നടന്നത് 2023 ജൂലൈ 14. 5 ചോദ്യങ്ങൾ ഒരിക്കൽ കൂടി. ചന്ദ്രയാൻ 1 വിക്ഷേപണ സമയത്തെ ISRO ചെയർമാൻ ഡോക്ടർ ജി മാധവൻ നായർ. ചന്ദ്രനിൽ ജലം കണ്ടെത്തിയ ചന്ദ്രയാൻ 1ലെ പരീക്ഷണ ഉപകരണം മൂൺ മിനറോളജി മാപ്പർ. ഇന്ത്യയുടെ രണ്ടാമത്തെ ചാന്ദ്രദൗത്യമായ ചന്ദ്രയാൻ 2 വിക്ഷേപിച്ച വാഹനം GSLV മാർക്ക് 3. ചന്ദ്രയാൻ 2 വിക്ഷേപണം നടന്നത് 2019 ജൂലൈ 22. ചന്ദ്രയാൻ 3 വിക്ഷേപണം നടന്നത് 2023 ജൂലൈ 14. ചന്ദ്രയാൻ 3 ലാൻഡ് ചെയ്ത ദിവസം അഥവാ ദേശീയ ബഹിരാകാശ ദിനം ഓഗസ്റ്റ് 23. ചന്ദ്രയാൻ 3 ഇറങ്ങിയ സ്ഥലം ശിവശക്തി പോയിന്റ്. ചന്ദ്രയാൻ 3യുടെ റോക്കറ്റ് LVM-3 ചന്ദ്രയാൻ 3യുടെ ആദ്യ ചിത്രങ്ങൾ പുറത്തുവിട്ട ISROയുടെ ഡോക്യുമെൻ്ററി സ്പേസ് ഓൺ വീൽസ്. ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് എവിടെ നിന്ന്? സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ നിന്ന്. 5 ചോദ്യങ്ങൾ ഒരിക്കൽ കൂടി. ചന്ദ്രയാൻ 3 ലാൻഡ് ചെയ്ത ദിവസം അഥവാ ദേശീയ ബഹിരാകാശ ദിനം ഓഗസ്റ്റ് 23. ചന്ദ്രയാൻ 3 ഇറങ്ങിയ സ്ഥലം ശിവശക്തി പോയിന്റ്. ചന്ദ്രയാൻ 3യുടെ റോക്കറ്റ് LVM-3 ചന്ദ്രയാൻ 3യുടെ ആദ്യ ചിത്രങ്ങൾ പുറത്തുവിട്ട ISROയുടെ ഡോക്യുമെൻ്ററി സ്പേസ് ഓൺ വീൽസ്. ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് എവിടെ നിന്ന്? സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ നിന്ന്. ചന്ദ്രയാൻ 3 വിക്ഷേപിക്കാൻ ഉപയോഗിച്ച റോക്കറ്റ് ഏതാണ്? ലോഞ്ച് വെഹിക്കിൾ മാർക്ക് 3. ചന്ദ്രയാൻ 3 ദൗത്യത്തിൻ്റെ റോവർ അറിയപ്പെടുന്നത് പ്രഗ്യാൻ. ചന്ദ്രയാൻ 3 ദൗത്യത്തിന് പിന്നിലെ റോക്കറ്റ് വനിത ആരാണ്? ഋതു കരിതാൽ. ചന്ദ്രയാൻ 3 ദക്ഷിണ ധ്രുവത്തിൽ വിജയകരമായി ലാൻഡ് ചെയ്തത് എന്നാണ്? 2023 ഓഗസ്റ്റ് 23. ചന്ദ്രയാൻ 3 ദൗത്യത്തിൻ്റെ മിഷൻ ഡയറക്ടർ S മോഹനകുമാർ. ചന്ദ്രയാൻ 3 പ്രൊജക്ട് ഡയറക്ടർ P വീരമുത്തുവേൽ. 6 ചോദ്യങ്ങൾ ഒരിക്കൽ കൂടി നോക്കാം. ചന്ദ്രയാൻ 3 വിക്ഷേപിക്കാൻ ഉപയോഗിച്ച റോക്കറ്റ് ഏതാണ്? ലോഞ്ച് വെഹിക്കിൾ മാർക്ക് 3. ചന്ദ്രയാൻ 3 ദൗത്യത്തിൻ്റെ റോവർ അറിയപ്പെടുന്നത് പ്രഗ്യാൻ. ചന്ദ്രയാൻ 3 ദൗത്യത്തിന് പിന്നിലെ റോക്കറ്റ് വനിത ആരാണ്? ഋതു കരിതാൽ. ചന്ദ്രയാൻ 3 ദക്ഷിണ ധ്രുവത്തിൽ വിജയകരമായി ലാൻഡ് ചെയ്തത് എന്നാണ്? 2023 ഓഗസ്റ്റ് 23. ചന്ദ്രയാൻ 3 ദൗത്യത്തിൻ്റെ മിഷൻ ഡയറക്ടർ S മോഹനകുമാർ. ചന്ദ്രയാൻ 3 പ്രൊജക്ട് ഡയറക്ടർ P വീരമുത്തുവേൽ. ഇന്ത്യയുടെ ആദ്യത്തെ ചാന്ദ്രദൗത്യമാണ് ചന്ദ്രയാൻ 1. ഇതിനെക്കുറിച്ചുള്ള പ്രധാന വിവരങ്ങൾ താഴെ നൽകുന്നു. വിക്ഷേപണ തീയതി 2008 ഒക്ടോബർ 22 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ നിന്നാണ് ചന്ദ്രയാൻ 1 വിക്ഷേപിച്ചത്. വിക്ഷേപണ വാഹനം PSLV C-11 റോക്കറ്റ് ഉപയോഗിച്ചാണ് ഇത് വിക്ഷേപിച്ചത്. ദൗത്യത്തിൻ്റെ ലക്ഷ്യം ചന്ദ്രൻ്റെ ഉപരിതലത്തെക്കുറിച്ച് രാസപരവും ധാതുപരവുമായ പഠനങ്ങൾ നടത്തുക, ഒപ്പം ചന്ദ്രൻ്റെ വ്യക്തമായ ഭൂപടം തയ്യാറാക്കുക എന്നിവയായിരുന്നു പ്രധാന ലക്ഷ്യങ്ങൾ. പ്രത്യേകതകൾ: ഇന്ത്യ, അമേരിക്ക, UK, ജർമ്മനി, സ്വീഡൻ, ബൾഗേറിയ എന്നീ രാജ്യങ്ങൾ നിർമ്മിച്ച 11 ശാസ്ത്രീയ ഉപകരണങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിരുന്നു. പ്രവർത്തനം: ചന്ദ്രന് 100 കിലോമീറ്റർ ഉയരത്തിൽ ഭ്രമണം ചെയ്തുകൊണ്ട് ദൗത്യം വിജയകരമായി മുന്നേറി. ചന്ദ്രനിലെ ജലസാന്നിധ്യമുണ്ടെന്ന് കണ്ടെത്തുന്നതിൽ ഈ ദൗത്യം നിർണായക പങ്കുവഹിച്ചു. ദൗത്യത്തിൻ്റെ അവസാനം ഏകദേശം 3400-ലധികം തവണ ചന്ദ്രനെ വലം വെച്ച ഈ ദൗത്യം 2009
ഓഗസ്റ്റ് 29 ബഹിരാകാശ പേടകവുമായുള്ള ആശയവിനിമയം നഷ്ടപ്പെട്ടതോടെ അവസാനിച്ചു. ഇന്ത്യയുടെ രണ്ടാമത്തെ ചാന്ദ്ര ദൗത്യമാണ് ചന്ദ്രയാൻ 2. ഈ ദൗത്യത്തെക്കുറിച്ചുള്ള പ്രധാന വിവരങ്ങൾ താഴെ നൽകുന്നു. വിക്ഷേപണ തീയതി 2019 ജൂലൈ 22. ഉപയോഗിച്ച റോക്കറ്റ് GSLV Mark 3. ദൗത്യത്തിൻ്റെ പ്രധാന ലക്ഷ്യം ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ പര്യവേക്ഷണം നടത്തുക എന്നതായിരുന്നു ചന്ദ്രയാൻ 2ൻ്റെ പ്രധാന ലക്ഷ്യം. ഓർബിറ്റർ, ലാൻഡർ വിക്രമാണ്, റോവർ പ്രഗ്യാൻ എന്നിവ ഉൾപ്പെടുന്നതായിരുന്നു ഈ ദൗത്യം. പ്രത്യേകതകൾ: ചന്ദ്രൻ്റെ ഉപരിതലത്തെക്കുറിച്ചും ധാതുക്കളെക്കുറിച്ചും ആഴത്തിൽ പഠിക്കാൻ ലക്ഷ്യമിട്ടായിരുന്നു ഇത് വിക്ഷേപിച്ചത്. വിക്രം ലാൻഡർ ചന്ദ്രനിൽ ഇറങ്ങുന്നതിന് തൊട്ടു മുൻപ് ഏകദേശം 2 കിലോമീറ്റർ ഉയരത്തിൽ വെച്ച് ലാൻഡറുമായുള്ള ആശയവിനിമയം നഷ്ടമായി. എങ്കിലും ദൗത്യത്തിൻ്റെ 90 മുതൽ 95% വരെ വിജയമാണെന്നാണ് ISRO വിലയിരുത്തുന്നത്. ഓർബിറ്റർ ചന്ദ്രയാൻ 2ൻ്റെ ഭാഗമായ ഓർബിറ്റർ ഇപ്പോഴും വിജയകരമായി ചന്ദ്രനെ ഭ്രമണം ചെയ്തുകൊണ്ടിരിക്കുകയും ശാസ്ത്രീയ വിവരങ്ങൾ കൈമാറുകയും ചെയ്യുന്നുണ്ട്. ഇന്ത്യയുടെ മൂന്നാമത്തെ ചാന്ദ്ര ദൗത്യമാണ് ചന്ദ്രയാൻ 3. ഇതിനെക്കുറിച്ചുള്ള പ്രധാന വിവരങ്ങൾ താഴെ നൽകുന്നു. വിക്ഷേപണ തീയതി 2023 ജൂലൈ 14 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻ്ററിൽ നിന്നാണ് ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത്. ലക്ഷ്യം ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്ന ആദ്യ രാജ്യം എന്ന നേട്ടം ഇന്ത്യ കൈവരിച്ചു. വിക്ഷേപണ വാഹനം LVM-3 റോക്കറ്റ് ഉപയോഗിച്ചാണ് ഇത് വിക്ഷേപിച്ചത്. ലാൻഡിംഗ് 2023 ഓഗസ്റ്റ് 23 വിക്രം ലാൻഡർ വിജയകരമായി ചന്ദ്രനിൽ ഇറങ്ങി. പ്രത്യേകതകൾ: ഈ ദൗത്യം ലാൻഡർ വിക്രം, റോവർ പ്രഗ്യാൻ, പ്രൊപ്പൽഷൻ മൊഡ്യൂൾ എന്നിവ ഉൾപ്പെടുന്നതായിരുന്നു. ലാൻഡിങ്ങിന് ശേഷം ലാൻഡർ വിജയകരമായി ഹോപ്പ് പരീക്ഷണം നടത്തി ചന്ദ്രോപരിതലത്തെക്കുറിച്ച് നിർണായക വിവരങ്ങൾ ശാസ്ത്രജ്ഞർക്ക് നൽകി. പ്രാധാന്യം: ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്ന 4ാമത്തെ രാജ്യമായി ഇന്ത്യ മാറി. ഈ വിജയത്തോടെ ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ എത്തുന്ന ലോകത്തിലെ ആദ്യത്തെ രാജ്യമാണ് ഇന്ത്യ. ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? ഡോക്ടർ വി നാരായണൻ. ഇന്ത്യയുടെ ക്രയോമാൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഡോക്ടർ വി നാരായണൻ. ടെലിവിഷൻ പ്രക്ഷേപണത്തിനും കാലാവസ്ഥാ പ്രവചന സേവനങ്ങൾക്കും പിന്തുണ നൽകുന്നതിനായി ISRO വിക്ഷേപിച്ച ഉപഗ്രഹം ഏതാണ്? GSAT 24. ഗഗൻയാൻ ദൗത്യങ്ങളുടെ പരീക്ഷണത്തിനായി ISRO പുതിയതായി വികസിപ്പിച്ച കുഞ്ഞൻ റോക്കറ്റിൻ്റെ പേരെന്താണ്? സോൾ. സബ് ഓർബിറ്റൽ ലോഞ്ച് വെഹിക്കിൾ ഫോർ എക്സ്പെരിമെൻ്റ്. 4 ചോദ്യങ്ങൾ ഒരിക്കൽ കൂടി. ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? ഡോക്ടർ വി നാരായണൻ. ഇന്ത്യയുടെ ക്രയോമാൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഡോക്ടർ വി നാരായണൻ. ടെലിവിഷൻ പ്രക്ഷേപണത്തിനും കാലാവസ്ഥാ പ്രവചന സേവനങ്ങൾക്കും പിന്തുണ നൽകുന്നതിനായി ISRO വിക്ഷേപിച്ച ഉപഗ്രഹം ഏതാണ്? GSAT 24. ഗഗൻയാൻ ദൗത്യങ്ങളുടെ പരീക്ഷണത്തിനായി ISRO പുതുതായി വികസിപ്പിച്ച കുഞ്ഞൻ റോക്കറ്റിൻ്റെ പേരെന്താണ്? സോൾ. സബ് ഓർബിറ്റൽ ലോഞ്ച് വെഹിക്കിൾ ഫോർ എക്സ്പെരിമെൻ്റ്. ISRO ഭ്രമണപഥത്തിൽ എത്തിച്ച ഇന്ത്യയുടെ ബഹിരാകാശ വിക്ഷേപണ ചരിത്രത്തിലെ ഏറ്റവും ഭാരമുള്ള US കമ്മ്യൂണിക്കേഷൻ ഉപഗ്രഹം ബ്ലൂബേർഡ് ബ്ലാക്ക് 2. ISROയുടെ ആദ്യ ചെയർമാൻ ആര്? വിക്രം സാരാഭായ്. ആദ്യമായി ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയ സ്വകാര്യ പേടകം ഏത്? ഒഡീസിയസ്. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ കാലം കഴിഞ്ഞ ഇന്ത്യൻ വനിത സുനിത വില്യംസ്. ദേശീയ ബഹിരാകാശ ദിനം എന്ന്? ഓഗസ്റ്റ് 23. 5 ചോദ്യങ്ങൾ ഒരിക്കൽ കൂടി. ISRO ഭ്രമണപഥത്തിൽ എത്തിച്ച ഇന്ത്യയുടെ ബഹിരാകാശ വിക്ഷേപണ ചരിത്രത്തിലെ ഏറ്റവും ഭാരമുള്ള US കമ്മ്യൂണിക്കേഷൻ ഉപഗ്രഹം ബ്ലൂബേർഡ് ബ്ലാക്ക് 2. ISROയുടെ ആദ്യ ചെയർമാൻ ആര്? വിക്രം സാരാഭായ്. ആദ്യമായി ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയ സ്വകാര്യ പേടകം ഏത്? ഒഡീസിയസ്. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ കാലം കഴിഞ്ഞ ഇന്ത്യൻ വനിത സുനിത വില്യംസ്. ദേശീയ ബഹിരാകാശ ദിനം എന്ന്?
ഓഗസ്റ്റ് 23. ISRO സ്ഥാപിതമായത് ഏത് വർഷമാണ്? 1969 ഓഗസ്റ്റ് 15. ISROയുടെ ആസ്ഥാനം എവിടെയാണ്? ബംഗളൂരു. ചന്ദ്രൻ ഒരു പ്രാവശ്യം ഭൂമിയെ വലം വയ്ക്കാൻ എടുക്കുന്ന സമയം എത്രയാണ്? 27 ദിവസം 7 മണിക്കൂർ 43 മിനിറ്റ്. ചന്ദ്രൻ ഒരു വർഷത്തിൽ ഭൂമിയെ എത്ര തവണയാണ് വലം വയ്ക്കുന്നത്? 13 തവണ. ചന്ദ്രനിലെ പൊടിപടലങ്ങളെക്കുറിച്ച് പഠിക്കാൻ നാസ 2013 വിക്ഷേപിച്ച പേടകത്തിൻ്റെ പേരെന്ത്? ലാഡി. 5 ചോദ്യങ്ങൾ ഒരിക്കൽ കൂടി. ISRO സ്ഥാപിതമായത് ഏത് വർഷമാണ്? 1969 ഓഗസ്റ്റ് 15. ISROയുടെ ആസ്ഥാനം എവിടെയാണ്? ബംഗളൂരു. ചന്ദ്രൻ ഒരു പ്രാവശ്യം ഭൂമിയെ വലം വയ്ക്കാൻ എടുക്കുന്ന സമയം എത്രയാണ്? 27 ദിവസം 7 മണിക്കൂർ 43 മിനിറ്റ്. ചന്ദ്രൻ ഒരു വർഷത്തിൽ ഭൂമിയെ എത്ര തവണയാണ് വലം വയ്ക്കുന്നത്? 13 തവണ. ചന്ദ്രനിലെ പൊടിപടലങ്ങളെക്കുറിച്ച് പഠിക്കാൻ നാസ 2013 വിക്ഷേപിച്ച പേടകത്തിൻ്റെ പേരെന്താണ്? ലാഡി. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹം ഏത്? വ്യാഴം. സൗരയൂഥത്തിലെ ഏറ്റവും ചെറിയ ഗ്രഹം ഏത്? ബുധൻ. പരിക്രമണ വേഗമേറിയ ഗ്രഹം? ബുധൻ. ഇന്ത്യയിൽ നിന്നും വിക്ഷേപിച്ച ആദ്യ കൃത്രിമ ഉപഗ്രഹം ഏത്? രോഹിണി. കറുത്ത ചന്ദ്രൻ എന്നറിയപ്പെടുന്നത്? ഫോബോസ്, ചൊവ്വയുടെ ഉപഗ്രഹം. 5 ചോദ്യങ്ങൾ ഒരിക്കൽ കൂടി. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹം ഏത്? വ്യാഴം. സൗരയൂഥത്തിലെ ഏറ്റവും ചെറിയ ഗ്രഹം ഏത്? ബുധൻ. പരിക്രമണ വേഗതയേറിയ ഗ്രഹം? ബുധൻ. ഇന്ത്യയിൽ നിന്നും വിക്ഷേപിച്ച ആദ്യ കൃത്രിമ ഉപഗ്രഹം ഏത്? രോഹിണി. കറുത്ത ചന്ദ്രൻ എന്നറിയപ്പെടുന്നത്? ഫോബോസ്, ചൊവ്വയുടെ ഉപഗ്രഹം. സുനിത വില്യംസിനെ ബഹിരാകാശത്ത് എത്തിച്ച വാഹനം ഏത്? ഡിസ്കവറി. ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്ന ഗ്രഹം? ശുക്രൻ. നാസ സ്ഥാപിതമായ വർഷം? 1958. വലയങ്ങളുള്ള ഗ്രഹം? ശനി. ചന്ദ്രൻ്റെ ഇരുണ്ട ഭാഗങ്ങൾ അറിയപ്പെടുന്നത്? മരിയ. ചന്ദ്രോപരിതലത്തിലെ തെളിഞ്ഞ ഭാഗങ്ങൾ അറിയപ്പെടുന്നത്? ടെറെ. 6 ചോദ്യങ്ങൾ ഒരിക്കൽ കൂടി. സുനിത വില്യംസിനെ ബഹിരാകാശത്ത് എത്തിച്ച വാഹനം ഏത്? ഡിസ്കവറി. ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്ന ഗ്രഹം? ശുക്രൻ. നാസ സ്ഥാപിതമായ വർഷം? 1958. വലയങ്ങളുള്ള ഗ്രഹം? ശനി. ചന്ദ്രൻ്റെ ഇരുണ്ട ഭാഗങ്ങൾ അറിയപ്പെടുന്നത്? മരിയ. ചന്ദ്രോപരിതലത്തിലെ തെളിഞ്ഞ ഭാഗങ്ങൾ അറിയപ്പെടുന്നത്? ടെറെ. ഇതുവരെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ചോദ്യങ്ങളിലോ ഉത്തരങ്ങളിലോ എന്തെങ്കിലും തെറ്റുകൾ വന്നുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. ശരിയായ ഉത്തരങ്ങളോ ചോദ്യങ്ങളോ അറിയാവുന്നവർ കമൻറ്റ് ബോക്സിൽ കമൻ്റായി കൊടുത്താൽ അത് പിൻ ചെയ്ത് വെക്കുന്നതാണ്. വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. താങ്ക് യു.